പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് യൂണിവേഴ്സിൻ്റെ +2 ബിസിനസ് സ്റ്റഡീസ് കോഡ് നമ്പർ 319 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 5ാമത്തെ ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാം എന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 60%പ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 23 ചാപ്റ്റർ ഉണ്ട്. ആ 23 ചാപ്റ്ററിൽ നമ്മൾ 60% ഭാഗങ്ങളുള്ള ചാപ്റ്റർ മാത്രം, എല്ലാ ചാപ്റ്ററും 23 ചാപ്റ്ററും പഠിക്കേണ്ട ആവശ്യമില്ല. അതിൽ 60% ചാപ്റ്റർ നമ്മൾ മാത്രം പഠിച്ചാൽ മതി. അതിൽപ്പെട്ട ചാപ്റ്ററാണ് 5ാമത്തെ ചാപ്റ്റർ. അതിൽ 2 വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, കമ്പനി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് 5ാമത്തെ ചാപ്റ്റർ. പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് അതിന്റെ ഫസ്റ്റ് സെക്ഷൻ കാണുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ട്രൂ ഓർ ഫോൾസ് ഉണ്ടാവും, മാച്ച് ദ ഫോളോയിസ് ഉണ്ടാവും, ബ്രാക്കറ്റ് എടുത്തെഴുതാനുണ്ടാവും, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെയൊക്കെ ആൻസറുകൾ കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യണം എന്നതാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിന്റെ ആൻസർ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് ബോർഡിൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതി ആൻസർ നിങ്ങൾക്ക് ഏത് ഭാഷ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഫസ്റ്റ് 1 വേർഡ് ആണ്. ഓരോന്നിനും ഓരോ മാർക്കാണ് വരുന്നത്. ഞാനൊരു 10 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് എഴുതുന്നത്. എ കമ്പനി മസ്റ്റ് ബി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദി ഡാഷ് ആണ്. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അണ്ടർ ദി കമ്പനി ആയിട്ട്. കമ്പനി നിയമപ്രകാരമാണ് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത്. രണ്ടാമത് ഡാഷ് കമ്പനി മിനിമം പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ 1 ലക്ഷം രൂപ പെയ്ഡ് ക്യാപിറ്റൽ ആയിട്ട് അടച്ചു തീർക്കേണ്ട മൂലധനം 1 ലക്ഷം രൂപയാണെങ്കിൽ ആ കമ്പനിയെ പറയുന്ന പേരെന്താ? പ്രൈവറ്റ് കമ്പനി. മൂന്നാമത് ഇൻ എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ അവിടുത്തെ ബാധ്യത, മെമ്പർമാരുടെ ബാധ്യത ലിമിറ്റഡ് ആണ്. ഒന്നിലെ ലിമിറ്റഡ് ആയിരിക്കും, അല്ലെ അൺലിമിറ്റഡ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ലിമിറ്റഡ് ആണ്. നാലാമത്തെ ഡാഷ് കമ്പനി ഹാസ് ഇസ് ഹെഡ് ക്വാർട്ടർ ഇൻ ദ ഹോം കൺട്രി. ഏത് കമ്പനിക്കാണ് ഹോം കൺട്രിയിൽ ഹെഡ് ക്വാർട്ടർ? മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്. ഒരു കമ്പനിയുടെ ഹെഡ് ഓഫീസ് ആഭ്യന്തര പ്രദേശത്തും അതിന്റെ ബ്രാഞ്ചുകൾ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ അതിനാണ് പറയുന്നത് മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുന്നത്. പെപ്സി, കൊക്കക്കോള ഒക്കെ ഉദാഹരണം. അഞ്ചാമത് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് എക്സാമ്പിൾ ഓഫ്. മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഏതിന് എക്സാമ്പിൾ ആണ്? ജോയിന്റ് വെഞ്ചറിനാണ് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. അടുത്ത ഡാഷ് പ്രൊജക്ട് ആർ ഫോർ ദി ബെനിഫിറ്റ് ഓഫ്. ഏത് പ്രൊജക്റ്റ് ആണ് പബ്ലിക്കിന് ബെനിഫിറ്റ് ആകുന്നത്? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, PPP എന്ന് പറയും. അതിന്റെ ഷോർട്ട് ഫോം ആണ് PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പ്രൊജക്ട് ആർ ഫോർ ദി ബെനിഫിറ്റ് ഓഫ് പബ്ലിക്. അടുത്തത് 7ാമത് പോസ്റ്റ് ടെലഗ്രാഫ് എക്സാമ്പിൾ ഓഫ് ഡാഷ് ടൈപ്പ്. പോസ്റ്റും ടെലഗ്രാഫും ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗിന് എക്സാമ്പിൾ ആണ് പോസ്റ്റ് ടെലഗ്രാഫ്. 8ാമത് ഡാഷ് ഇൻകോർപ്പറേറ്റ് അണ്ടർ ദി സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ്. ഏതാണ് പാർലമെന്റിന്റെ നിയമപ്രകാരം അല്ലെങ്കിൽ സ്റ്റേറ്റ് നിയമപ്രകാരം ഒക്കെ പാസ്സാക്കിയിട്ടുള്ളത്? ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻ എന്നാണ് പറയുന്നത്. 9ാമത്തെ ഡാഷ് കമ്പനി എംപ്ലോയർ നോട്ട് സിവിൽ. ഏത് കമ്പനിയിലെ എംപ്ലോയി ആണ്? സിവിൽ സർവന്റ് അല്ലാതെ ഗവൺമെന്റ് കമ്പനിയാണ്. 10ാമത്തത് മെയിൻ ഒബ്ജക്റ്റീവ് പബ്ലിക് എന്റർപ്രൈസ്. പൊതു സംരംഭം കൊണ്ട് മെയിൻ ലക്ഷ്യം എന്താണ്? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. ഓരോന്നിനും ഓരോ മാർക്കാണ് വരുന്നത്. ഞാൻ ഇംഗ്ലീഷിൽ തന്നെയാണ് ആൻസർ പറഞ്ഞത്. നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതണേ അങ്ങനെ എഴുതാവുന്നതാണ്. ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. NOSന്റെ SSLC +2 എല്ലാ വിഷയങ്ങളുടെയും മലയാളത്തിലുള്ള ഗൈഡുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നൽകുമ്പോൾ നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ
നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്, ഗൈഡ്, അസൈൻമെന്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. ഇനി ആരെങ്കിലും വീട്ടിലിരുന്ന് മൊബൈലിൽ പരീക്ഷ എഴുതണം എന്നുണ്ടെങ്കിൽ ബോസ് എഡ്യൂക്കേഷൻ, ബോസ് ബോർഡിന്റെ +2 SSLC നൽകുന്നുണ്ട്. അതുപോലെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി ഡിഗ്രി PG അഡ്മിഷൻ നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.